friends, welcome back to my YouTube channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാബേജ് വെച്ചിട്ടൊരു പക്കോടയാണ്. നല്ല മഴയും നല്ല തണുപ്പുമാണ് ഇവിടെ. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണ്. അപ്പോൾ ഇങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ ക്യാബേജ് വെച്ചൊരു പക്കോട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ക്യാബേജിന്റെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഉപ്പുവെള്ളത്തിലിട്ട് കഴുകി വെള്ളം വാർന്നു വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ നമുക്ക് ആവശ്യം ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത്, ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ക്യാബേജ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്ത പാത്രത്തിൽ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കടലമാവ് ചേർത്ത് ക്യാബേജ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. അതനുസരിച്ച് നമ്മൾ കടലമാവ് ചേർത്ത് കൊടുക്കണം. ഒത്തിരി ലൂസായിട്ട് പോകണ്ട, ഇച്ചിരി തിക്കായിട്ട് വേണം. അപ്പോൾ ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമുക്കിത് അതിലോട്ടിട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കാം. ഒരു ബ്രൗണിഷ് കളറാകണം, നന്നായിട്ട് ഫ്രൈ ആയി വരണമെങ്കിൽ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ആയോന്നൊന്ന് മറിച്ച് നോക്കാം. ആയിട്ടില്ല, ഒരിത്തിരിയും കൂടെ ആവണം. ക്യാബേജ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിനോട് നമ്മൾ ചാട്ട് മസാലയൊക്കെ ചേർക്കുമ്പോൾ സാധാ പക്കോടനേക്കാളും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം മറക്കല്ല, എല്ലാവരും ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.